പത്തനംതിട്ട നഗരത്തോട് ചേർന്ന് കിടക്കുന്ന ഒരു ഗ്രാമീണ മേഖലയാണ് ഇലവുംതിട്ട. അവിടെ നിന്ന് പുറത്തേക്ക് വരുന്ന ഒരു വാർത്ത. 18 വയസ്സുള്ള ഒരു പെൺകുട്ടിയെ കഴിഞ്ഞ 5 വർഷം കൊണ്ട് 60ഓളം പേർ പീഡിപ്പിച്ചു. സ്കൂളിലെ കൗൺസിലിങ്ങിലാണ് ഈ വിവരം പുറത്തു വന്നത്. ശ്രദ്ധിച്ചിരുന്നു? 18 വയസ്സുള്ള കുട്ടിയല്ല, 13 വയസ്സുള്ള കുട്ടിയായിരുന്നു. ആ കുട്ടിക്ക് 18 വയസ്സായിട്ട് 2 മാസമേ ആയിട്ടുള്ളൂ. അതിനിടയ്ക്ക് 64 പേർ ഈ പെൺകുട്ടിയെ പീഡിപ്പിച്ചു എന്നാണ് പറയുന്നത്. ആ കുട്ടി സ്കൂളിലെ കായിക താരമായിരുന്നു. സ്പോർട്സിലൊക്കെ പങ്കെടുത്ത് ജില്ലാതലത്തിലും ജില്ലയ്ക്ക് പുറത്തുമുള്ള മത്സരങ്ങളിലൊക്കെ പങ്കെടുത്ത കുട്ടിയാണ്. ഞെട്ടിയോ ഇത് വാർത്ത കേട്ടിട്ട്? തീർച്ചയായിട്ടും എനിക്ക് തോന്നുന്നില്ല കേരളം ഞെട്ടിയത്. ഞാനിന്ന് പല പത്രങ്ങളും എടുത്തു നോക്കി. ഇന്ത്യയിലെ ഏറ്റവും പ്രചാരമുള്ള പത്രം എന്ന് അവകാശപ്പെടുന്ന മലയാള മനോരമ ദിനപത്രത്തിൻ്റെ അകത്ത പേജിലൊരു വാർത്തയാണ്. പക്ഷെ നമ്മൾ ഡൽഹി കേട്ടില്ലേ, ഗുസ്തിക്കാരായ പ്രായപൂർത്തിയായ മുതിർന്ന സ്ത്രീകളെ ആരാണ്ടൊക്കെ നോക്കിയെന്നോ തൊട്ടെന്നോ ഒക്കെ പറഞ്ഞ് എന്തായിരുന്നു രാജ്യത്ത് കലാപം? വലിയ കലാപം. ഇവിടെ ഒരു 13 വയസ്സുള്ള പെൺകുട്ടി, അവൾ നിരന്തരം പീഡിപ്പിക്കപ്പെട്ടു. ഇതെങ്ങനെയാണ്? സിനു പറഞ്ഞ പോലെ സ്കൂളിലെ കൗൺസിലിംഗിൽ ചൈൽഡ് വെൽഫെയർ കമ്മിറ്റിയോട് ആണ് ആദ്യമായിട്ട് പറയുന്നത്. ഈ കുട്ടി പറയുന്നത് ഈ സംസ്ഥാനത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ, ജില്ലയുടെ വിവിധ ഭാഗങ്ങളിൽ കൊണ്ടുപോയി കൂട്ടുകാർ, കോച്ചുകൾ, ഗുസ്തിക്കാരുടെ കേസിലും കോച്ചാണ്, കോച്ചുകൾ, സഹപാഠികൾ, അയൽക്കാർ, ഇവരൊക്കെ പീഡിപ്പിച്ചു എന്നാണ് കുട്ടി വെളിപ്പെടുത്തിയിരിക്കുന്നത്. കുട്ടി വളരെ നിഷ്കളങ്കയായ ഒരു കുട്ടിയാണ്. 13 വയസ്സുണ്ടായിരുന്നപ്പോൾ കുട്ടിയുടെ അച്ഛൻ്റെ സുഹൃത്തും അയൽവാസിയായിരുന്ന സുബിൻ, ഇപ്പോൾ അയാൾക്ക് 24 വയസ്സുണ്ട്. അപ്പോൾ അയാൾക്ക് അന്ന് 18 വയസ്സോ 19 വയസ്സോ. അയാൾ മൊബൈൽ ഫോണിൽ അശ്ലീല ചിത്രങ്ങൾ കാണിച്ച് ഈ കുട്ടിയെ വല്ലാത്ത ചില ചിന്തകൾക്ക് വിധേയാക്കി. അതിനുശേഷം കുട്ടിയുടെ നഗ്ന ചിത്രങ്ങൾ എടുത്തു. പിന്നീട് കുറേ കാലം കഴിഞ്ഞ് കുട്ടിയെ ഒരു സ്ഥലത്ത് കൊണ്ടുപോയി പീഡിപ്പിച്ചു. അതിൻ്റെ ദൃശ്യങ്ങൾ മൊബൈൽ ഫോണിൽ ചിത്രീകരിച്ച് കൂട്ടുകാർക്ക് പങ്കുവെച്ച് കൂട്ടുകാർക്ക് കൈമാറി. അങ്ങനെയാണ് പീഡനം ആരംഭിക്കുന്നത്. ഈ കുട്ടിക്ക് മൊബൈൽ ഫോണൊന്നും ഉണ്ടായിരുന്നില്ല. അപ്പോൾ സ്പോർട്സിലൊക്കെ പങ്കെടുക്കുന്ന കുട്ടിയാണ്. പിന്നെ കൂട്ടുകാരുമായിട്ടൊക്കെ സംസാരിക്കണം. രാത്രിയിൽ അച്ഛൻ വന്നു കഴിയുമ്പോൾ അച്ഛൻ്റെ മൊബൈൽ ഫോൺ കൊടുക്കും. ഈ മൊബൈൽ ഫോൺ ആ സമയത്താണ് ഇവർ ഈ കുട്ടിയെ ഫോണിൽ ബന്ധപ്പെടാറുണ്ടായിരുന്നത്. ഇങ്ങനെ തന്നെ വിളിച്ച് തന്നെ നിരന്തരം പീഡിപ്പിച്ച ആളുകളുടെ 40 പേരുടെ പേരുകൾ ഈ കുട്ടി അച്ഛൻ്റെ മൊബൈലിൽ ഫീഡ് ചെയ്തിട്ടുണ്ട്. അങ്ങനെ 40 പേരെ ഐഡൻറ്റിഫൈ ചെയ്തു. അതിലാണിപ്പോൾ 6 പേരെ അറസ്റ്റ് ചെയ്തു. 6-ാമൻ ഇതേ സമാനമായ മറ്റൊരു കേസിൽ ജയിലിലാണ്. 15ഓളം പേര് കസ്റ്റഡിയിലായി. ചെന്നീർക്കര പുറത്തു വന്നിരിക്കുന്ന പേര് ഇപ്പം പേരുകളെല്ലാം വന്നിട്ടില്ല. നമ്മൾ നോക്കുമ്പോഴത്തേക്ക് ഞാൻ കണ്ട പേര് 5 പേരെ മറ്റാണ് ഞാൻ കണ്ടത്. സുബിൻ എന്ന് പറയുന്ന ആദ്യത്തെ പ്രതി സുബിൻ, അവന് 24 വയസ്സുണ്ട്. പിന്നീട് സന്ദീപ്, വിനീത്, അഞ്ജു, സുധി, ശ്രീനി തുടങ്ങിയ ആളുകൾ. അങ്ങനെ ചെന്നീർക്കരക്കാരാണ്. ഇലവുംതിട്ട പോലീസാണ് ഇപ്പോൾ കേസെടുത്തിരിക്കുന്നത്. ജില്ലയിലെ പല സ്റ്റേഷനുകളിൽ കേസുണ്ട്. അപ്പം ഞാൻ പറയുന്നത്, നമ്മൾ പോക്സോ കേസുകളിലൊക്കെ പ്രതിയായി കഴിഞ്ഞാൽ, ഇപ്പോൾ കഴിഞ്ഞ ദിവസം നമ്മൾ വാളയാർ കേസ്, ചെറിയ കുട്ടികളാണ്. ആ കേസിൽ എവിടെ നീതി കിട്ടി? കേരളത്തിൽ നടന്ന അതിദാരുണമായ ഒരു പീഡന കേസ്. പീഡനത്തെ തുടർന്ന് കുട്ടികൾ, 9 വയസ്സും 13 വയസ്സുള്ള 2 കുട്ടികൾ കൊല്ലപ്പെട്ടു, കൊന്നു കെട്ടിത്തൂക്കി, അല്ലേ? അതിൻ്റെ പേരിൽ കേരളം കത്തിയൊന്നുമില്ല. ഇവിടെ വലിയ ജാഥകളുണ്ടായില്ല, വലിയ ചാനൽ ചർച്ചകളുണ്ടായില്ല, ചാനൽ ജഡ്ജിമാർ വിധി പറഞ്ഞില്ല. സർക്കാർ ആ കേസ് അട്ടിമറിക്കാൻ നിരന്തരം ശ്രമിച്ചു എന്ന് മാത്രമല്ല, ആ കേസിലെ ഇരകളുടെ ഭാഗത്തു നിന്ന് നിൽക്കാതെ അവരെ ആക്ഷേപിച്ച് പ്രതികൾക്ക് വേണ്ടി കുട്ടികളെയും മരിച്ച കുട്ടികളെയും അതിൻ്റെ മാതാപിതാക്കളെയും ആക്ഷേപിക്കുന്ന തരത്തിൽ ഒരു പോലീസ് ഉദ്യോഗസ്ഥൻ മാറി. DYSP റാങ്കിലുണ്ടായിരുന്ന ഉദ്യോഗസ്ഥനാണ്. അയാൾക്ക് മികച്ച സേവനത്തിലുള്ള പുരസ്കാരം കൊടുത്ത് ആദരിച്ചു കേരളത്തിലെ സർക്കാർ. നമ്മൾ കേരളത്തിന് പുറത്തുള്ള ചില സംഭവങ്ങൾ ഉണ്ടാകുമ്പം, കേരളത്തിൽ ഹത്രാസിലാവട്ടെ വേറെ എവിടെയെങ്കിലും ആവട്ടെ ഉണ്ടാകുമ്പോൾ കേരളം ഇളകി മറിയുമായിരുന്നു. ഇങ്ങനെ കേരളത്തിൻ്റെ ചരിത്രത്തിലെ ഏറ്റവും ഭീകരമായ മറ്റൊരു പീഡന വാർത്ത, അതും ദില്ലിയിലെ പോലെ കായിക താരമായ ഒരു കുട്ടിയെ കോച്ചുമാർ, കൂട്ടത്തിൽ കായിക പരിശീലനത്തിനും കായിക പരിപാടികൾക്കും പോകുന്ന സഹപാഠികൾ, സീനിയേഴ്സ് ഉൾപ്പെടെയുള്ള സഹപാഠികൾ, കോച്ചുമാരെന്ന് പറയുമ്പോൾ അധ്യാപകരാണേ, അല്ലാതെ വെറുതെയുള്ള കോച്ചുമാരല്ല, അധ്യാപകരാണ്. സ്കൂളുകളിലെ സ്പോർട്സ് മേളയ്ക്കൊക്കെ കൊണ്ടുപോകുമ്പോഴുള്ള കോച്ചുകൾ കൂടുതലും അധ്യാപകർ, അല്ലാത്ത കോച്ചുമാർ, സഹവിദ്യാർത്ഥികൾ, അയൽക്കാർ, ഇത്രയും പേർ, 64 പേർ 13 വയസ്സ് മുതൽ ഒരു കുട്ടിയെ പീഡിപ്പിച്ചു എന്നുള്ള വാർത്ത, സ്തോഭജനകമായ വാർത്ത, ഞെട്ടിപ്പിക്കുന്ന വാർത്ത. വെറുതെ വാർത്തയല്ല. ഈ കുട്ടി ചൈൽഡ് വെൽഫെയർ കമ്മിറ്റിയിൽ ഇത് വെളിപ്പെടുത്തിയതിന് ശേഷം ചൈൽഡ് വെൽഫെയർ കമ്മിറ്റി ഒരു സൈക്കോളജിസ്റ്റിൻ്റെ അടുത്ത് കൊണ്ടുപോയി. സൈക്കോളജിസ്റ്റിൻ്റെ അടുത്ത് കൊണ്ടുപോയി ഈ പറയുന്ന കാര്യങ്ങൾ, കുട്ടി പറയുന്നത് സത്യമാണെന്നുള്ളത് സൈക്കോളജിസ്റ്റിനെ കൊണ്ട് വെരിഫൈ ചെയ്തു. വെരിഫൈ ചെയ്തപ്പോൾ ഈ പറയുന്ന മുഴുവൻ അക്ഷരം പ്രതി ശരിയാണെന്ന്
ബോധ്യപ്പെട്ടു. അതിനുശേഷമാണ് ചൈൽഡ് വെൽഫെയർ കമ്മിറ്റി പോലീസിനെ അറിയിച്ചത്, പത്തനംതിട്ട SP അറിയിച്ചത്. അപ്പോൾ ഇത് വെറുതെ ഒരു കൊച്ചിൻ്റെ ആരോപണമല്ലേ എന്ന് പറഞ്ഞിട്ട് കാര്യമില്ല, നടന്ന സംഭവമാണ്. ആ കുട്ടിക്ക് തന്നെ ഇത് വെളിപ്പെടുത്തേണ്ടി വന്നത് ആ കുട്ടി ഈ ടോർച്ചർ, ഈ പീഡനം സഹിച്ചും മടുത്തത് കൊണ്ടായിരിക്കാം. 18 വയസ്സായിട്ട് 2 മാസമായുള്ളൂ. അപ്പോൾ നമ്മൾ ആലോചിക്കും, നമ്മുടെയൊക്കെ കുഞ്ഞുങ്ങൾ, നമ്മുടെയൊക്കെ പെൺമക്കളെ ഓർത്ത് നമുക്കൊരു ആധി വരേണ്ടതാണ്. പെരുവിരൽ മുതൽ നെറുകന്തല വരെ നമുക്കൊരു മിന്നൽ, ഒരു വിറയൽ പാഞ്ഞു പോകേണ്ടതാണ്. കേരളത്തിന് ഒന്നും സംഭവിച്ചില്ല. നമ്മുടെ പത്രങ്ങളിൽ 1-ാം പേജ് വാർത്ത പോലുമല്ല. സത്യത്തിൽ ഇത് ഇന്നത്തെ പത്രങ്ങളുടെ മെയിൻ സ്റ്റോറി ആവേണ്ടതാണ്. ഇന്നത്തെ ചാനലുകളിൽ ചർച്ച നടക്കേണ്ടതായിരുന്നു. ഞാൻ ഓർക്കുകയാണ്, ഇപ്പോൾ മാർക്കോ എന്ന് പറഞ്ഞൊരു സിനിമ ഇറങ്ങിയപ്പോൾ ഏഷ്യാനെറ്റ് ചാനൽ ഇപ്പോൾ സിനിമയിൽ വയലൻസ് കൂടുന്നോ എന്ന് പറഞ്ഞ് ചർച്ച നടത്തി. ഇപ്പോഴും ഏഷ്യാനെറ്റ് നമ്മളിവിടെ തുറന്നു വെച്ചിട്ടുണ്ട്. അതിൽ ഈ വാർത്ത ഒരു സ്ക്രോൾ ചെയ്ത് പോകുന്നുണ്ട്. പക്ഷേ അതേക്കുറിച്ച് സ്തോഭജനകമായ, ഞെട്ടിപ്പിക്കുന്ന ഈ വാർത്തയെക്കുറിച്ച് ഒരു ചർച്ച, സാധാരണ 8 മണിക്കാണ് ചർച്ച, മാർക്കോയെക്കുറിച്ച് അതിനു മുമ്പ് ഒരു പകൽ ചർച്ച നടത്തി. കാരണം മലയാളത്തിൽ ലോകചരിത്രത്തിൽ ആദ്യമായിട്ടൊരു വയലൻസ് ഉള്ളൊരു സിനിമ ഇറങ്ങിയല്ലോ. കാരണം അത് വെറുതെ ഒരു ചൊറിച്ചിലായിരുന്നു. ഉണ്ണി മുകുന്ദൻ എന്ന് പറഞ്ഞാൽ ഇവരൊക്കെ വെറുക്കപ്പെടുന്ന ഒരു ഹിന്ദു മതവിശ്വാസിയാണെന്ന് ഉറക്കെ പറയുന്ന ഒരു നടൻ്റെ സിനിമ വിജയിച്ചപ്പോൾ ഉണ്ടായ ഒരു ചൊറിച്ചിലാണെന്ന് കണ്ടത്. പക്ഷേ ഇന്ന് കേരളം മുഴുവൻ ഞെട്ടണ്ട, കേരളം മുഴുവൻ ചർച്ച ചെയ്യേണ്ടുന്ന ഒരു സംഭവം ഉണ്ടായിട്ട് അതേക്കുറിച്ച് ഒരു ഡീറ്റെയിൽ സ്റ്റോറി ചെയ്യാനോ ഈ സാമൂഹിക പ്രവർത്തകരടക്കമുള്ളവരുടെ പ്രതികരണങ്ങൾ ആരാഞ്ഞുകൊണ്ട് ഒരു റിപ്പോർട്ട് ചെയ്യാനോ ഈ മാധ്യമങ്ങൾക്ക് സമയമില്ല. അവരെ ഞാൻ ഞെട്ടിപ്പോയത് സത്യത്തിൽ മലയാള മനോരമ എന്ന് പറയുന്ന മലയാളത്തിലെ ഏറ്റവും പ്രമുഖമായ പത്രം ഈ വാർത്ത കൈകാര്യം ചെയ്തിരിക്കുന്ന രീതി കണ്ടിട്ടാണ്. 8-ാം പേജിലോ 9-ാം പേജിലോ. പക്ഷേ ഇന്ത്യൻ എക്സ്പ്രസ് 1-ാം പേജിൽ തന്നെ കൊടുത്തു. അപ്പം ചില പത്രങ്ങൾക്ക് അത്തരത്തിലുള്ള മനസ്സിലാവുന്നുണ്ട് 1-ാം പേജിൽ കൊടുത്തു. ഞാൻ പറയേണ്ടത് മെയിൻ സ്റ്റോറി ആവേണ്ട വാർത്തയായിരുന്നു. ഇന്ന് മെയിൻ സ്റ്റോറി ആവേണ്ട ഒരു പെൺകുട്ടി നിരന്തരം 64 പേര് ഒരു പെൺകുട്ടിയെ പീഡിപ്പിച്ചു. അടുത്ത സമയത്ത് ഇത്രയും നമ്മൾ സൂര്യനെല്ലി കേസ് നമ്മൾ കേട്ടിട്ടുണ്ട് അല്ലേ? സൂര്യനെല്ലി കേസിന്റെ കഥ അറിയാവോ? ആ പെൺകുട്ടിയുടെ അവസ്ഥ ഞാൻ ഓർക്കുന്നുണ്ട്. ആ പെൺകുട്ടിയെ ഇരയായ പെൺകുട്ടിയെ അന്വേഷണത്തിന്റെ പേരിൽ അതിനീചമായി അപമാനിച്ചു കേരളത്തിലെ പോലീസ്. അവർ ആ പെൺകുട്ടിയെ കൊണ്ട് നാട് മുഴുവൻ ഈ പെൺകുട്ടിയെ പരസ്യമായി കാണിച്ച് തെളിവെടുപ്പെന്നും പറഞ്ഞ് കൊണ്ടുപോയി. കാരണം അതിന്റെ രാഷ്ട്രീയ താല്പര്യങ്ങളുണ്ടായിരുന്നു. അതിനകത്ത് ഉൾപ്പെട്ടവരൊക്കെ സമ്പന്നന്മാരും ഇവിടുത്തെ പ്രധാനപ്പെട്ട രാഷ്ട്രീയ നേതാക്കന്മാരുമായിരുന്നു. ഒരു പ്രമുഖനായ നേതാവ്, ബാജി എന്ന് വിളിക്കുന്ന നേതാവിനെ ഈ പെൺകുട്ടി തിരിച്ചറിഞ്ഞു. ആ നേതാവ് ആരാണെന്ന് എല്ലാവർക്കും അറിയാം. പക്ഷേ അദ്ദേഹത്തെ സഹായിക്കാൻ വേണ്ടി പെരുന്നയിൽ നിന്നൊരു മഹാൻ വന്നിട്ട് അദ്ദേഹം അലിബി ഉണ്ടാക്കി. ഈ പറയുന്ന സമയത്ത് എൻ്റെ അടുത്തുണ്ടായിരുന്നു എന്ന് പറയുന്ന ഒരു അലിബി ഉണ്ടാക്കി. അലിബിയിൽ പിടിച്ച, അലിബി എന്ന് പറഞ്ഞാൽ ഒരു കുറ്റം നടക്കുന്ന സമയത്ത് ഇപ്പം ഇവിടെ ഒരു കൊലപാതകം നടന്നു, ഞാനാണ് പ്രതി എന്ന് പറയുന്നു. പക്ഷേ ഞാൻ വേറൊരിടത്ത് ആ സമയത്ത് ഉണ്ടായിരുന്നു വിശ്വസനീയമായ ഒരു രേഖ ഉണ്ടാക്കുക. അതിനാണ് അലിബി പറയുന്നത്. അലിബി ഉണ്ടാക്കിയത് പെരുന്നയിലെ NSSന്റെ പ്രമുഖനായ നേതാവ് ഒരു അലിബി ഉണ്ടാക്കി. ആ അലിബി വാദത്തിൽ പിടിച്ചിട്ടാണ് ഈ പ്രമുഖനായ നേതാവ് രക്ഷപ്പെട്ടു. അദ്ദേഹത്തിന്റെ മറു വരെ തിരിച്ചറിഞ്ഞ് പെൺകുട്ടി പറഞ്ഞിരുന്നു. രക്ഷപ്പെടുത്തി എല്ലാവരും, പ്രതിപക്ഷവും ഭരണപക്ഷവും എല്ലാം ചേർന്ന് രക്ഷപ്പെടുത്തി. അദ്ദേഹം ഈ രാജ്യത്തെ വലിയൊരു പ്രധാനപ്പെട്ട പോസ്റ്റുകളൊക്കെ അലങ്കരിച്ചു. അപ്പോൾ ഏതായാലും പോട്ടെ, അത് കഴിഞ്ഞു പോയ കഥ. അതുകൊണ്ട് നമ്മൾ അദ്ദേഹത്തിൻ്റെ പേരൊന്നും പറയുന്നില്ല. പക്ഷേ അങ്ങനെയൊക്കെ സംഭവിച്ചു. രാഷ്ട്രീയ രംഗത്തുള്ള ഇപ്പം MG യൂണിവേഴ്സിറ്റിയിലെ SFIയുടെ ചെയർമാനായിരുന്ന ജോർജ് ചെറിയാൻ മിന്നുന്ന യുവ നേതാവായിരുന്നു. ചെറിയാൻ പ്രതിയായിരുന്നു. അങ്ങനെ ആരൊക്കെ, ഓട്ടോറിക്ഷ തൊഴിലാളി മുതൽ ഫ്രൂട്ട്സ് കച്ചവടക്കാരൻ മുതൽ രാഷ്ട്രീയ രംഗത്തെ പ്രമുഖന്മാർ വരെ ഈ പെൺകുട്ടിയെ പീഡിപ്പിച്ചു. അവസാനം ഈ പെൺകുട്ടിക്ക് രഹസ്യഭാഗങ്ങളിലൊക്കെ മുറിവുണ്ടായി പഴുത്ത് വേദന സഹിക്കാൻ വയ്യാത്ത സമയത്ത് പോലും ഇവർ പലയിടത്തും കൊണ്ട് പീഡിപ്പിച്ചു. പക്ഷെ അന്ന് മലയാളി ചിലരൊക്കെ ചോദിച്ചു, 10-20 ദിവസം കസ്റ്റഡിയിൽ ഇരുന്നല്ലേ, പെണ്ണിന് വേണ്ട രക്ഷപ്പെടാൻ മേലായിരുന്നു എന്ന്. അന്ന് ചോദിച്ച ക്രൂര മനസ്ഥിതിയുള്ള മലയാളിയുണ്ട്. അവള് പറയുന്നത് അവളങ്ങ് ആസ്വദിച്ച് കാണും. കോടതിയിൽ പ്രതിഭാഗം ഉന്നയിച്ച ന്യായമാണ്. ഈ പെൺകുട്ടി ഇതെല്ലാം ആസ്വദിക്കുകയായിരുന്നു, സമ്മതിക്കുകയായിരുന്നു. അല്ലെങ്കിൽ അവൾക്ക് രക്ഷപ്പെട്ടുകൂടായിരുന്നു. ഒരു സ്ഥലത്തു നിന്നും മറ്റൊരു സ്ഥലത്തേക്ക് കൊണ്ടുപോകുമ്പോൾ എന്തുകൊണ്ട് ഈ പെൺകുട്ടി രക്ഷപ്പെട്ടില്ല, ബഹളം വെച്ചുകൂടായിരുന്നു, ആളെ വിളിച്ചു കൂട്ടാൻ പാടില്ലായിരുന്നു ചോദിച്ചു. അത് പ്രത്യക്ഷത്തിൽ ആ ചോദ്യം ശരിയാണ്. പക്ഷേ നമ്മൾ ഇന്നലെ സംസാരിച്ചപ്പോൾ നമ്മൾ പറഞ്ഞു, UK 2.5 ലക്ഷം പെൺകുട്ടികളാണ്, വൈറ്റ് ഗേൾസിനെയാണ് പാകിസ്ഥാനിൽ നിന്ന് വന്ന മുസ്ലിംസ് ഗ്രൂം ചെയ്യുന്ന വളർത്തിയെടുക്കുക. എന്തിനു വളർത്തിയെടുക്കുക? സെക്ഷുവലി വളർത്തിയെടുക്കാൻ 8 വയസ്സും 9 വയസ്സുമുള്ള പെൺകുട്ടികളെ പാർക്കുകളിലും മറ്റ് സ്ഥലങ്ങളിലും കൊണ്ട് പീഡിപ്പിച്ച അതിഭീകരമായ, അവിടുത്തെ പ്രധാനമന്ത്രിയുടെ കസേര ഒലഞ്ഞുകൊണ്ടിരിക്കുകയാണ് അതിൻ്റെ പേരിൽ. അത്രയും ഭീകരമായ ഒരു സംഭവം ഉണ്ടായി. അതിന് ഗ്രൂമിങ് എന്നാണ് പറയുന്നത്. പെൺകുട്ടികളെ ഗ്രൂം ചെയ്യുകയാണ്. നമ്മൾ ഗ്രൂം ചെയ്യുന്ന പാട്ടുകാരെ ഗ്രൂം ചെയ്യും, സ്പോർട്സ് താരങ്ങളെ ഗ്രൂം ചെയ്യും, സെക്ഷൽ ആക്ടിവിറ്റീസിന് ഗ്രൂം ചെയ്യും. ആരെ? പാകിസ്ഥാനിൽ നിന്ന് വന്ന മുസ്ലിമുകൾ, ബ്രിട്ടീഷുകാർ പെൺപിള്ളേരെ. അതിന് ഉദ്ദേശം മനസ്സിലായല്ലോ. അത്തരം സംഭവങ്ങളുണ്ടായി. അപ്പോഴും ഈ ചോദ്യം വന്നിരുന്നു, എന്തുകൊണ്ട്
ഇവർക്ക് രക്ഷപ്പെട്ടുകൂടാ, ഇവർക്ക് പറഞ്ഞുകൂടാ. പാർക്കിലൊക്കെ ആളുകൾ സഞ്ചരിക്കുന്ന പാർക്കിലും മറ്റ് സ്ഥലങ്ങളിലും ഒക്കെയാണ് ചെറിയ മറയിലാണ് ഈ പീഡനം നടന്നത്. കുട്ടികൾക്ക് നിലവിളിച്ചുകൂടായിരുന്നു. അവരോട് പറഞ്ഞിരുന്ന കുട്ടികൾ പറയുന്നത് വന്നിട്ടുണ്ട്, മിണ്ടിപ്പോയാൽ നിന്നെ പെട്രോൾ ഒഴിച്ച് കത്തിക്കും, നിന്റെ അച്ഛനെ കൊല്ലും, നിന്റെ അനിയനെ കൊല്ലും, നിന്റെ അമ്മയെ കൊല്ലും. ഇതാണ് എല്ലാ പീഡന കേസിലും പീഡകർ, പീഡിപ്പിക്കുന്നവന്മാർ ചെയ്തുകൊണ്ടിരിക്കുന്ന കൃത്യം. സൂര്യനെല്ലി പെൺകുട്ടി അതിൻ്റെ വിക്റ്റിമായിരുന്നു. ഒടുവിൽ ആ പെൺകുട്ടിക്ക് സ്വന്തം സ്ഥലത്തു നിന്ന് ഓടിപ്പോയി മാറി താമസിക്കേണ്ടി വന്നു. അത്ര ഭീകരമായി കേരളം നിർദാക്ഷിണ്യം ആഫ്റ്റർ ദ റേപ്പ് വീണ്ടും സമൂഹം റേപ്പ് ചെയ്ത നിഷ്കളങ്കയായ ഒരു പെൺകുട്ടിയായിരുന്നു സൂര്യനെല്ലിയിലെ ഇര. അതുപോലെയാണ് ഈ പെൺകുട്ടിയോട് ഇനി ചോദിക്കും, 64 പേര് 4 വർഷമായിട്ട് ഇവളെന്താ മിണ്ടാതിരുന്നത്? ഇത് പറയുന്ന മനസ്ഥിതിയുള്ള ആളുകൾ നമ്മുടെ നാട്ടിലുണ്ടാവും. പക്ഷേ എനിക്ക് വലിയ സങ്കടമെന്ന് പറയുന്നത്, ഞാൻ പറയുന്ന രാഷ്ട്രീയ താല്പര്യങ്ങളുണ്ടെങ്കിൽ കേസുകൾ ഒതുക്കുക മാത്രമല്ല, ചില കേസുകളെ അങ്ങ് പൊക്കിയെടുക്കുകയും ചെയ്യും, ലിഫ്റ്റ് ചെയ്യും. അതാണ് ദില്ലിയിലെ കായിക താരങ്ങൾക്ക് നേരെ ലൈംഗിക ചൊവ്വയോടെ സംസാരിച്ചു, അവരെ സ്പർശിച്ചു എന്നൊക്കെ പറയുന്ന കേസ്. എത്ര വലിയ പ്രക്ഷോഭം ഉണ്ടായി. നമ്മുടെ കേരളത്തിൽ പോലും എത്ര ദിവസം സമരം ഉണ്ടായി, ചാനൽ ചർച്ചകൾ നടന്നു അല്ലേ? എന്നിട്ട് അതിലെ ഒരു ഇര ഒളിമ്പിക്സിൽ പോയി തോറ്റുപോയതിനും നരേന്ദ്രമോദി തെറി പറഞ്ഞു. ഇവിടെ ഇപ്പോൾ CWC കൊടുത്ത പരാതി പത്തനംതിട്ട SP യുടെ മുമ്പിലെത്തി. എന്നിട്ട് പത്തനംതിട്ടയിലും ഇലവന്തിട്ടയിലും 2 പോലീസ് സ്റ്റേഷനുകളായി കേസ് രജിസ്റ്റർ ചെയ്തു. പക്ഷേ ഇപ്പോഴും ഒരാളും ഈ സംഘടനകൾ, ഈ രാഷ്ട്രീയ പാർട്ടികളോ വിദ്യാർത്ഥി സംഘടനകളോ ഒന്നും രംഗത്ത് വന്നിട്ട് നമ്മൾ കാണുന്നില്ല. ചില കാര്യങ്ങൾ അങ്ങ് ഒതുക്കി താഴെ സാംസ്കാരിക നായക എന്ന് പറയുന്ന കുറെ ആളുകളുണ്ടല്ലോ, അവർ കേട്ടിട്ടില്ലല്ലോ. ഇത് UP-യിലായിരിക്കണം. അമ്പോ, UP-യിൽ ഇങ്ങനെ ഒരു കുട്ടിയെ, കായിക താരമായ ഒരു പെൺകുട്ടി, UP കണ്ട ഗുജറാത്ത് ആയിക്കോട്ടെ, അല്ലെങ്കിൽ ആസാമിലായിക്കോട്ടെ, എന്തായിരിക്കും കേരളത്തിൽ മെഴുകുതിരി, പന്തംകുളത്ത് DYFIയുടെ ജാഥ, ഹർത്താല്, മോദിയുടെ കോലം കത്തിക്കൽ. ചാനൽ ചർച്ച രാവിലെ ഒരു തുടങ്ങും. ചാനൽ ചർച്ചയിൽ ഏഷ്യാനെറ്റിൽ ഇപ്പോഴും കാണുന്നില്ല, എപ്പോഴോ സ്ക്രോൾ ചെയ്തു പോയി. ഇത്രയൊക്കെ ഉള്ളൂ. കാരണം ഞാൻ ചോദിക്കട്ടെ, ആദിവാസിയായ മധുവിനെ തല്ലിക്കൊന്നു. കേസിലെ പ്രതികൾ മുഴുവൻ ഭൂരിപക്ഷവും മുസ്ലിമുകളും CPM-കാരുമായിരുന്നു. ആ കേസ് എന്ത് പറ്റി? കേസിൽ എന്ത് സംഭവിച്ചു? അങ്ങനെ എത്ര കേസുകൾ, സ്ത്രീ പീഡനമാവട്ടെ, ദളിത് പീഡനമാവട്ടെ, ഒക്കെ പ്രതിസ്ഥാനത്ത് വരുന്നത് ചില വിഭാഗങ്ങൾ, CPM-കാരും ഒരു പ്രത്യേക മതത്തിൽപ്പെട്ട ആളുകളുമാണെങ്കിൽ കേരളത്തിലെ മാധ്യമങ്ങൾ തമസ്കരിക്കും, ഒക്കെ ചെയ്യും. പക്ഷെ ഇതിനകത്ത് ഇപ്പം വന്നിരിക്കുന്ന പേരുകളൊക്കെ ഹിന്ദു പേരുകളാണ്. ഇവന്മാരെ തൂക്കിക്കൊല്ലാൻ വല്ല മാർഗം കൊണ്ട് തൂക്കിക്കൊല്ലണം, ഒരു സംശയമില്ല. പക്ഷേ കേരളത്തിലാണ് നടന്നത്. കേരളത്തിൽ ഇങ്ങനെ നടന്നു. 13 വയസ്സ് മുതൽ ഒരു കായിക താരത്തിനെ നിരന്തരം പീഡിപ്പിച്ചു കൊണ്ടിരുന്നു എന്നുള്ള വാർത്ത പുറത്തു വന്നാൽ കേരളത്തിലെ ഇടതു മനസ്സിന് ഒരു മുറി വെക്കാനുമില്ല. ഇടതു മനസ്സിൻ്റെ ചിത്രം മോശമാണ്. കേരളത്തിലൊന്നും നടക്കില്ല. കേരളം ഇങ്ങനെ വളരെ പവിത്രമായ, എല്ലാവർക്കും സമ്പൂർണ്ണ സുരക്ഷ നൽകുന്ന ഒരു സംസ്ഥാനമാണെന്നുള്ളൊരു വ്യാജബിംബം ഉണ്ടാക്കിയെടുക്കുന്നത്. അതിനു വേണ്ടിയിട്ട് ഈ കേസ് തമസ്കരിക്കും. അപ്പോൾ കേരളത്തിലെ പത്രമാധ്യമങ്ങളെ പരമപുച്ഛത്തോടെ നോക്കിക്കാണാൻ പറ്റുന്ന ഒരവസരമായിട്ട് കൂടി ഈ പീഡന കേസിനെ നമ്മൾ കാണണം. ഈ കുട്ടിക്ക് നീതി കിട്ടണം. ഈ കേസിലെ മുഴുവൻ പേരെയും ശിക്ഷിക്കണമെന്ന് മാത്രമല്ല, പ്രായപൂർത്തിയാകാത്ത പെൺകുട്ടികളെ ലൈംഗികമായി പീഡിപ്പിച്ചാൽ അവർക്ക് വധശിക്ഷ നൽകാൻ ഉതകുന്ന വിധത്തിൽ ഇന്ത്യൻ ശിക്ഷാ നിയമത്തിൽ, ഭാരതീയ ന്യായ സംഹിതയിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഭേദഗതി വരുത്തിയിട്ടുണ്ട്. അതുകൊണ്ട് ഈ കേസിലെ മുഴുവൻ പ്രതികൾക്കും വധശിക്ഷ കിട്ടാൻ ഉതകുന്ന നടപടികൾ ഉണ്ടാവണമെന്ന് നമുക്ക് ആവശ്യപ്പെടാം. പക്ഷേ അതിനുവേണ്ടി നമുക്ക് പറയാം, കേരളത്തിൽ ആരും ആവശ്യപ്പെടത്തില്ല. ഇനി കഥ പരിശോധിച്ച് വരുമ്പോൾ അറിയണം. പരിശോധിക്കണം. കാരണം ഈ ദളിത് പെൺകുട്ടിയുടെ ഡയറിയിൽ ഈ 30 പേരുടെയും വിവരങ്ങൾ എഴുതി വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇവൾ അന്ന് മുതലേ ഇവരെ പേടിച്ചതുകൊണ്ടാണ് ഈ കാര്യങ്ങൾ പുറത്തു വരാത്തതെന്ന് ഉറപ്പല്ലേ? അല്ലെങ്കിൽ ഇത്ര ആയിരിക്കണം. ഇനി ഇവർക്കൊക്കെ രാഷ്ട്രീയ സ്വാധീനം ഉണ്ടോ? ഇവരൊക്കെ സഖാക്കന്മാരുടെ ഏരിയ കമ്മിറ്റി, ലോക്കൽ കമ്മിറ്റി, ജില്ലാ കമ്മിറ്റി, അങ്ങനെ വലിയ കമ്മിറ്റികളുടെ, ഏതെങ്കിലും പാർട്ടികളുടെ കമ്മിറ്റി അംഗങ്ങളുടെ മക്കളാണോ, അല്ലെങ്കിൽ ഇവരൊക്കെ നാട്ടിലെ യുവജന സംഘടന നേതാക്കന്മാരാണോ എന്നൊക്കെ നമുക്ക് അറിയാനിരിക്കുന്നുള്ളൂ. ഇടുക്കിയിലൊരു സംഭവം ഉണ്ടായില്ലേ വണ്ടിപ്പെരിയാറിൽ? ആ പെൺകുട്ടി ആരായിരുന്നു? DYFI നേതാവായിരുന്നു. അവന് ജാമ്യം കിട്ടി. കേസെന്തായി? ഒന്നും സംഭവിച്ചില്ല. ആ കുടുംബത്തിന് നഷ്ടമുണ്ടായി. ഇത് കേരളമാണ്. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.